ലക്ഷ്മിയാണേ. നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ കുറേ ചർച്ചകൾ, പ്രതികരണങ്ങൾ, അതുപോലെ തന്നെ അന്വേഷണങ്ങളൊക്കെ വരും. അത് കഴിയുമ്പോൾ ആ വിഷയം മറന്നേ പോവും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ CJ റോയ് സാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്ന ആ വാക്ക് പിന്നെയും പൊങ്ങി വരുന്നത്. അപ്പോൾ ആ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ എങ്ങനെയാണ് സാധാരണക്കാരായ നമ്മളെയൊക്കെ ബാധിക്കുന്നത്, അതൊക്കെ വലിയ പൈസക്കാരുടെ ഇടപാടുകളല്ലേ എന്ന് പലരുടെയും വാളിൽ ഞാൻ എഴുതി കണ്ടു, ഫേസ്ബുക്ക് വാളുകളിൽ ഞാൻ എഴുതി കണ്ടു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, ഈ റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആൾക്കാരിൽ ഒരു 80% പേരും പക്കാ ഫ്രോഡുകളാണെന്നുള്ളതാണ് സത്യം. അത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് എന്താണ് ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കള്ളപ്പണം ഉള്ളവന്മാർ കുറേ പൈസ ഇവന്മാർക്ക് കൊടുക്കും. ഇവന്മാർ ചെന്ന് എവിടെയെങ്കിലും ഈച്ചയും പൂച്ചയും കയറാത്ത ഒരു സ്ഥലം കണ്ടുപിടിക്കും. ആ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ആ സ്ഥലത്ത് 25,000 രൂപ സെന്റിന് വില ഉണ്ടാവില്ല. പക്ഷെ ആ ഓണറിന് ഇവർ 75,000 രൂപ കൊടുത്ത് ആ സ്ഥലം മേടിക്കും. ഓണറിനെ സംബന്ധിച്ച് ഹാപ്പി. ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലം 25,000 രൂപ പോലും കിട്ടാത്തടുത്ത് 75,000 കിട്ടിയല്ലോ, സന്തോഷം. ഈ 75,000 രൂപ കിട്ടി. അത് ആ 75,000 രൂപയുടെ ഭൂമി അടുത്ത ദിവസം നമ്മൾ കേൾക്കുന്നത് അതിനെ ഒന്ന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് പ്ലോട്ട് തിരിച്ച് അടുത്ത് എന്ന് വെച്ചാൽ അത് ആ സെന്റിന് 4 ലക്ഷം 5 ലക്ഷം രൂപയ്ക്കാണ് പിന്നെ ഇത് പരസ്യം ചെയ്യപ്പെടുന്നത്. അപ്പൊ ആർക്കും വേണ്ടാതെ കിടന്ന ഒരു സ്ഥലത്ത് 4-5 ലക്ഷം രൂപയ്ക്ക് വീണ്ടും പ്ലോട്ട് തിരിച്ച് അവർ വിൽക്കുകയാണ്. അപ്പം നിങ്ങൾ പറയും ഇതൊക്കെ ലാഭത്തിനല്ലേ ചെയ്യുന്നത്? ലാഭത്തിനല്ല എന്നല്ല പറയുന്നത്. അത് സാധാരണ ജനങ്ങളെ എങ്ങനെയാണ് കുഴപ്പത്തിലാക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ ഇവർ 4-5 പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ഇതേ 25,000 രൂപയുടെ പ്ലോട്ട് പിന്നെ പോകുന്നത് 8 ലക്ഷം രൂപ വിലയ്ക്കാം. പിന്നെ ഡിമാൻഡ് വയ്ക്കുന്നത്. അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ച് 8 ലക്ഷം രൂപയ്ക്കൊന്നും ഒരു സെന്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബുദ്ധിമുട്ടിക്കുന്നത് സാധാരണക്കാരെയല്ലേ. അവർ ലാഭം എടുക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഒരു മിനിമം ലാഭമൊക്കെ എടുക്കാം. അതിന്റെ അപ്പുറത്തേക്കൊക്കെ ആകുമ്പോൾ സാധാരണക്കാരനെ കൊല ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, ഞങ്ങളും സ്ഥലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളൊരു സ്ഥലം നോക്കി ഞങ്ങൾ അതെല്ലാം ഫൈനൽ ചെയ്ത്. അപ്പോൾ ഈ ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ സ്ഥലം വന്ന വഴി പറയാം. ഇത് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ 10-12 കൊല്ലമായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ റോഡിൽ വെച്ചിങ്ങനെ കാണുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഈ 12 വർഷത്തെ ഫേസ്ബുക്ക് ബന്ധമായതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഞങ്ങൾ സ്ഥലം വാങ്ങാൻ നോക്കുന്നുണ്ട് ചേട്ടാ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു പ്രോപ്പർട്ടി ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറ്റുമെന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനത് മാഷിനോട് പറയുന്നു. ഞാനും മാഷും കൂടി ആ സ്ഥലം പോയി കാണുന്നു. സ്ഥലം വേറെ കുഴപ്പമൊന്നുമില്ല. ആദ്യം പുള്ളി ഞങ്ങളോട് പറഞ്ഞ സ്ക്വയർ പ്ലോട്ട് ആണെന്നാണ്. സ്കെച്ച് ഞങ്ങളുടെ കിട്ടുമ്പോഴാണ് അത് സ്ക്വയർ പ്ലോട്ട് അല്ല എന്ന് മനസ്സിലാവുന്നത്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഈ സ്ഥലം ഞങ്ങളെ ഒന്ന് വൃത്തിയാക്കി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ വൃത്തിയാക്കി കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി അതിന് 100 ന്യായങ്ങൾ. വൃത്തിയാക്കാൻ അവർ പറഞ്ഞില്ല, നിങ്ങൾ എന്നാ രജിസ്ട്രേഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വൃത്തിയാക്കി തരാമെന്നൊക്കെ. പക്ഷെ മാഷക്ക് പുള്ളിയുടെ പെരുമാറ്റങ്ങളിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത്ര ഡീസൻ്റ് ആയിട്ട്, അത്ര ജെന്യൂനായിട്ട്, അത്ര പൊളൈറ്റ് ആയിട്ടൊക്കെയാണ് പുള്ളി എന്നോട് പെങ്ങളെന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് പുള്ളിയെ സംശയം തോന്നിയില്ല. പക്ഷെ എൻ്റെ മാഷ് അങ്ങനെയല്ല. ഓരോ ആൾക്കാരോടും ഞാൻ ചിരിക്കുന്നതിനേക്കാൾ നന്നായിട്ടാണ് പുള്ളി ചിരിക്കുന്നത് എല്ലാവരോടും. അപ്പോൾ എല്ലാവരും പറഞ്ഞ ശ്രീലക്ഷ്മിയെക്കാളും പ്ലസന്റ് ആയിട്ടുള്ള ആള് അജേഷ് ആണെന്നാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഞാനിങ്ങനെ പല്ലിളിച്ചുകൊണ്ട് നിൽക്കുകയുള്ളൂ. എനിക്ക് ആൾക്കാരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാഷ് എന്ന് പറയുന്നത് ഇങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ടൊക്കെ വല്ല കാര്യമായിട്ട് നിൽക്കുമെങ്കിലും അയാൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കൃത്യമായി അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ പുള്ളി അപ്പോഴേ മാഷ് പറഞ്ഞു, എന്തോ എനിക്ക് ഇയാളുടെ പെരുമാറ്റം അത്ര ജെനുവിനായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചാണ് ഈ ഓണറിന്റെ അടുത്തേക്ക് എത്തുന്നത്. ആ ഓണറിന്റെ അടുത്ത് എത്തുമ്പോഴാണ് ഓണർ പറയുന്നത്, നമുക്ക് തരാമെന്ന് പറഞ്ഞ വസ്തുവിന്റെ 4/1 വില പോലും ഈ ഓണർക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടില്ല. അവർ വിറ്റ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അയാൾ വിൽക്കാനിട്ടിരുന്ന സ്ഥലം പോലും അല്ല, ആ ഓണർ വെറുതെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഇവർ വന്ന് പറഞ്ഞു വിറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഓണറിന്റെ പേരിലാണ് ഇപ്പോഴും ഈ വസ്തു ഇരിക്കുന്നത്. ഈ ആൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അയാളുടെയും അയാളുടെ പാർട്ട്ണറിന്റെയും പേരിലാണെന്ന്. ഇതെങ്ങനെയാണ് ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു സ്ഥലം ഇവർ കണ്ടുപിടിക്കുന്നു, ഈ ഓണറോട് പോയി സംസാരിക്കുന്നു, 1,000 രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. ഇവരാളെ കണ്ടുപിടിക്കാന്ന് പറയുന്നു. ആളെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നു. ആ ആളെ കണ്ടുപിടിച്ചു കൊണ്ടുവരുമ്പോൾ ഈ ഓണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വരുന്ന ആളിന്റെ പേരിലേക്ക് ഈ പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്യപ്പെടുന്നു ആസ് പെർ ദ ഡോക്യുമെന്റ്സ്. ഇവരിടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ മാത്രമാണ്. ഇവർക്ക് യാതൊരു തരത്തിലുള്ള എന്താണ് പറയുക, ഇതിൽ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നത് യാതൊരു തരത്തിലുള്ള മെനക്കേടുകളും ഇല്ല. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ വല്ല പരസ്യവും ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ പത്രത്തിലൊരു പരസ്യം ചെയ്യുമായിരിക്കും. അതിൽ കൂടുതൽ മെനക്കേടുകളൊന്നും ഇല്ല. അപ്പൊ ഇവരിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ മാത്രമാണ്. അങ്ങനെ ഇവര് കൂട്ടുന്ന വിലയാണ് ഒരു വസ്തുവിന്റെ യഥാർത്ഥ വിലയായിട്ട് പിന്നെ
നമ്മൾ സാധാരണക്കാരൻ്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഞങ്ങളങ്ങനെ അവസാനം ഈ ഓണർ ഞങ്ങളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ഇത്രയും പൈസയൊന്നും വേണ്ട, ഞാൻ ഇത്ര പൈസയാണ് അവരോട് ചോദിച്ചത്, നിങ്ങൾ ആ പൈസ തന്നാൽ മതി, നിങ്ങൾ എടുത്തു വന്നു. കാരണം ഞങ്ങൾക്ക് ഈ ആള് ഞങ്ങളോട് പറഞ്ഞ ആ എമൗണ്ടിന്റെ 4/1 വിലയാണ് ഈ ഓണർ ഞങ്ങളോട് പറയുന്നത്. അപ്പം എൻ്റെ മാഷ് പറഞ്ഞു, ചേട്ടാ വാക്കിന് വ്യവസ്ഥയുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ അവരുമായിട്ടാണ് ഞങ്ങൾ ഡീൽ ചെയ്തത്. അപ്പോൾ അവരെ മറികടന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറിയത്. എനിക്കത് ഭയങ്കര ഷോക്കായിരുന്നു. ഭയങ്കര ഷോക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്ക്. ഇയാൾക്ക് അങ്ങനെ ഒരു മുഖമുണ്ടെന്ന് പോലും എനിക്കറിയില്ല. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നതിൽ ഒരു 80% പേരും പക്കാ ഫ്രോഡുകളാണ് എന്നുള്ളതാണ് അന്ന് ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയത്. അയാളൊരു ജെനുവിൻ പേഴ്സണാലിറ്റി ആയിരുന്നുവെങ്കിൽ ഈ ഒരു ഇൻസിഡന്റിന് ശേഷവും ശ്രീലക്ഷ്മി എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് മിണ്ടിയേനെ. അയാൾ പിന്നെ മിണ്ടിയിട്ടില്ല. കാരണം അയാൾക്ക് മനസ്സിലായി അയാൾ ചെയ്ത ചെറ്റത്തരം നമ്മൾ മനസ്സിലാക്കി എന്നുള്ളത് മനസ്സിലായി. ഇത് തന്നെയാണ് ഓരോ ഫ്ലാറ്റുകാരും ചെയ്യുന്നത്. എല്ലാവരും അല്ല, ചിലരെങ്കിലും ചെയ്യുന്നത്. അതായത് ഈച്ചയും പൂച്ചയും വേണ്ടാത്തൊരിടത്ത് ചെന്ന് ഫ്ലാറ്റിന് സ്ഥലം ഇവരെടുക്കുന്നു. ആ സ്ഥലം എടുക്കുമ്പോൾ ഇവരെന്താ പറയണത്, ഓണറിൻ്റെ അടുത്ത് സ്ഥലത്തിന്റെ പൈസ കൊടുക്കില്ല ഓണർക്ക് 2 ഫ്ലാറ്റ് ഇവർ കൊടുക്കാമെന്ന് പറയും. അതായത് സ്ഥലത്തിന്റെ വിലയായിട്ടൊരു ഫ്ലാറ്റ്, പിന്നെ ഒരു ഫ്ലാറ്റ് എക്സ്ട്രാ കൊടുക്കാന്ന് പറയാം. അതാണ് ഇതിന്റെ വാല്യൂ, ഈ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ. അപ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പം ആ ആളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിരിക്കും, അയാൾ അതിന് സമ്മതിക്കും. പിറ്റേ ദിവസം മുതൽ ഈ ഫ്ലാറ്റിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഇവർ തന്നെ ഇയാൾക്ക് എത്ര രൂപയാണോ കൊടുത്തത് അതേ റേറ്റിൽ ഇവരത് മേടിച്ചിട്ട് ഈ പറഞ്ഞ 10, 12, 20 ലക്ഷം രൂപ ഈ ഒരു ഫ്ലാറ്റിന്റെ അടുത്തുള്ള പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ അതിന് വില കയറ്റി ഇവർ വിൽക്കും. ഇതൊക്കെ കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാർക്ക് കേരളത്തിൽ ഭൂമി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ റിയൽ എസ്റ്റേറ്റ് മാഫിയ പിടിമുറുക്കുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ അവർ കാരണം ബുദ്ധിമുട്ടുന്നതൊക്കെ നമ്മൾ തന്നെയല്ലേ, ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അത് ഫ്ലാറ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, സർക്കാർ ഒരു നിയന്ത്രണം കൊണ്ടുവരണം. ഈ വസ്തുക്കളുടെയൊക്കെ വില കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ഒക്കെ സർക്കാർ ഒരു വില നിശ്ചയിച്ച് കൊണ്ടുവരണം, ഇന്ന ഒരു വില എന്ന്. പക്ഷെ ആ ഒരു വിലയ്ക്കും അപ്പുറത്തേക്ക് നിയമപരമായി ചെയ്യാൻ, അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് നിയമം വയ്ക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇനി കേരളത്തിൽ സ്ഥലം വാങ്ങിച്ച ഒരു വീടൊക്കെ വെച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്നും വാടകയ്ക്ക് കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് റിയൽ എസ്റ്റേറ്റുകാർ സാധാരണക്കാരോട് ചെയ്യുന്ന വലിയ ദ്രോഹങ്ങൾ, ക്രൂരതകൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കുറെ അറിയുന്നത്. അപ്പൊ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ പേരിൽ അവർ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നത് എപ്പോഴും സാധാരണക്കാരെയാണ്. ഇതൊക്കെ മനസ്സിലാക്കി സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പോകുമ്പോഴും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓണറിനെ ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. ആ ഓണറോട് നിങ്ങൾ സംസാരിക്കണം. അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഭൂമിയുടെ പേരിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ തന്നെ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ലക്ക് കൊണ്ടാണ് ഈ ഒരു ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അപ്പം അത് ഞാനൊന്ന് പറഞ്ഞു വെച്ചേ ഉള്ളൂ, ഓർത്ത് വെച്ചോളൂ. എന്തായാലും CJ റോയ് സാറിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മളൊക്കെ കാണുമ്പോൾ അദ്ദേഹം വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു പാവ മനുഷ്യൻ. അദ്ദേഹത്തിന് എന്തായാലും ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.